ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ടിൽ തുടങ്ങാം. നിഫ്റ്റി ഡെയിലി ചാർട്ട് നോക്കാം ആദ്യം. സോ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ നോക്കേണ്ടതെന്നാൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയെങ്കിലും ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇപ്പോൾ ലാസ്റ്റ് 5 ദിവസത്തെ ട്രേഡ് നമുക്ക് എടുക്കാം. ഗ്യാപ് ഡൗൺ ആണ് എല്ലാ ദിവസവും ഓപ്പൺ ആവുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും റിക്കവറി കാണുന്നുണ്ട് നിഫ്റ്റിയിൽ. ഒരു ദിവസം മാത്രമേ ഫ്രൈഡേ മാത്രമേ സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും റിക്കവറി കാണുന്നുണ്ട്. അതൊരു ഒരു പോസിറ്റീവ് കാര്യമാണ്. ഓക്കെ, കമ്പയർഡ് ടു അതർ ദിവസം ബാക്കിയുള്ള ദിവസം സെൽ ഓഫ് ഗ്ലോബൽ ക്യൂസ് കാരണം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു ലോവർ ലെവലിൽ നിന്ന് ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ ചാർട്ട് എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് ഒരു സെൽ ഓഫ് ഉണ്ടായി, ബട്ട് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ഒരു നല്ല 24,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് 20,000 മുകളിൽ ക്ലോസ് ചെയ്തത്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4.5% ഒക്കെ ഡൗൺ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ അത് കുറച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഒരു 1.2% റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട് ലോവർ ലെവലിൽ നിന്ന്. ഗ്ലോബൽ ക്യൂസ് വാർ കാരണമാണ് അത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയത്, കണ്ടിന്യൂസ് ഗ്യാപ് ഡൗൺ ആവുന്നത്. ബട്ട് ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട്, കണ്ടിന്യൂസ് സെല്ലിങ്. ഫ്രൈഡേ ഒഴിച്ചാൽ ബാക്കി ഒരു കണ്ടിന്യൂസ് സെല്ലിങ് ഉണ്ടാവുന്നില്ല. അതൊരു വളരെ പോസിറ്റീവ് കാര്യമാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നു സ്മോൾ ക്യാപ്പ് കുറച്ചൊരു പോസിറ്റീവ് മൊമെന്റം വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അറിയത്തില്ല എങ്ങനെയാണെന്ന്. ബട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പോസിറ്റീവ് മൊമെന്റം. സാധാരണ നിഫ്റ്റി 1.7 ഒക്കെ ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് 3.5 ഒക്കെ പോകണം. പക്ഷെ സ്മോൾ ക്യാപ്പ് അത്ര ഒരു ഫോൾ ആയിട്ടില്ല. സോ ഒരു ബൈയിങ് ഉണ്ടാവുന്നുണ്ട് സ്മോൾ ക്യാപ്പിൽ. മിഡ് ക്യാപ്പും അതേപോലെ തന്നെയാണ്, ഒരു നല്ലൊരു ബൈയിങ് ഉണ്ടായിട്ടുണ്ട്. താഴെ ലോവർ ലെവലിൽ നല്ലൊരു ബൈയിങ് ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇനി ഗ്ലോബൽ ക്യൂസ് എങ്ങനെയാണ്, വാർ എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യണമെന്ന് നോക്കുക. നമുക്ക് അതനുസരിച്ചുള്ള ഫർദർ ആയിട്ടുള്ള ട്രേഡും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. നമുക്ക് ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇന്നലെ ഒരു സെല്ലിങ് കണ്ടിന്യൂസ് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരുന്നു. ബട്ട് അത് ഇമ്മീഡിയറ്റ് ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ട് അവിടെ നിന്ന് തന്നെ ഫർദർ സെല്ലിങ് അതിന്റെ ലോയും ക്രോസ് ചെയ്തു. ബട്ട് ഇന്നൊരു ബൈയിങ് കാണുന്നുണ്ട്. ഒരു 4-5% ഒരു ബൈയിങ് ഉണ്ടായിരുന്നു 1 അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ. ഇവിടെ ഒരു ഹോൾ ടൈം ഹൈ, മീൻസ് ഹോൾ ടൈം അല്ല, ഇവിടെ നിന്നൊരു ബൈയിങ് ഉണ്ടായിട്ട് ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഡബ്ല്യു പാറ്റേൺ ഉണ്ടായിട്ട് ഇവിടെ ഒരു 67,500 നിന്ന് 74,000 വരെ പോയിട്ടുണ്ടായിരുന്നു. 7,000 പോയിന്റ് റാലി ഉണ്ടായിരുന്നു. ബട്ട് അവിടെ ഞാൻ വിചാരിച്ചു ഇവിടെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. അത് ഞാൻ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇതുവരെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ ഈ ഒരു ട്രേഡ് ഇവിടെ ഈ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഇതുവരെ പോയില്ല, ഇതുവരെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ഒരു ട്രേഡ് ഞാൻ ഇവിടെ കൺസോൾട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ പിന്നെ ഒരു ട്രേഡ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ കൺസോൾട്ട് ചെയ്ത് തിരിച്ച് ഇതുവരെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. സോ ഇവിടെ ഒരു ചെറിയൊരു തിരിച്ച് സെല്ല് ചെയ്ത് ഇവിടെ വരുന്നപ്പോൾ ഒരു ചെറിയൊരു ട്രേഡ് എടുത്തത്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. ഇപ്പം പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല ബൈയിങ്ങിലോട്ട്. നമുക്ക് നോക്കാം പ്രൈസ് ആക്ഷൻ വരണ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഫർദർ ട്രേഡ് എടുക്കാം. ഇതൊരു നോ ട്രേഡ് സോൺ ആണ് ഇത്. ഓക്കെ, സിൽവർ നോക്കാൻ, സിൽവർ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാണെങ്കിൽ നമുക്ക് ഫർദർ നമുക്ക് മുകളിലോട്ടുള്ള ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡ് ഞാൻ ഇവിടെ ഇന്നലെ ഒരു ചെറിയൊരു പോസ്റ്റ് പോയിന്റ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് മോർണിംഗ് അത് 200 പോയിട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോഴും ഗോൾഡും ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഡെയിലി ചാർട്ട് ഒന്ന് നോക്കാം ഗോൾഡിന്റെ. സോ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഫർദർ ഇതിന്റെ മുകളിലോട്ടുള്ള ട്രേഡ് വരുമ്പോൾ നമുക്ക് മുകളിലോട്ട് 200 മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഒരു 150 പോയിന്റ് ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് മാപ്പ് നോക്കാം. എല്ലാ ഇൻഡെക്സും നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റിയിൽ റിലയൻസ് പോസിറ്റീവ് ആയിരുന്നു, അപ്പോളോ ഹോസ്പിറ്റൽ, വിപ്രോ ഇതെല്ലാം എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ഐഷർ മോട്ടോഴ്സ്, മാരുതി, അൾട്രാ സിമൻകോ, TMB ഇതെല്ലാം നെഗറ്റീവ്, മോസ്റ്റ്ലി എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ആഡിയന്റ് എല്ലാം നെഗറ്റീവ് തന്നെയായിരുന്നു. ചെറിയ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഇപ്പോൾ ഇതേപോലത്തെ വിപ്രോ, ഇൻഫി, സൺഫാർമ, സിപ്ല, ടെക്കം ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഒരു
കുറച്ച് സ്റ്റോക്ക് മാത്രം പോസിറ്റീവ് ആയിരുന്നു. ഡിമാർട്ട്, ടൊറന്റ് ഫാർമ, അദാനി പവർ, LTM, US ലാബ്, IGC, ജനറൽ ഇൻഷുറൻസ് ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. മെയിൻലി ഡൗൺ ആയ സ്റ്റോക്സ് BPCL, ശ്രീരാം സിമെന്റ്, ബോഷ് ലിമിറ്റഡ്, IOC, ഗെയിൽ ഇതെല്ലാം മെയിൻലി ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ ഇൻക്യൂർ, ആധാർ ഹൗസിംഗ് ഫിനാൻസ് 5.92 അപ്പായിരുന്നു. ഇന്ത്യ മാർട്ട് 3.27 ഇതെല്ലാം മെയിൻലി അപ്പായിരുന്നു. ഡൗൺ സൈഡ് നോക്കുമ്പോൾ തേജസ് നെറ്റ്വർക്ക്, ചെന്നൈ പെട്രോളിയം, MRPL, സഫയർ, PGEL ഇതെല്ലാം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സോ മെയിൻലി ഇതിലും എല്ലാ സ്റ്റോക്സും ഡൗൺ തന്നെ ആയിരുന്നു. സോ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു വാറിനെ കുറിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. സോ ക്രൂഡ് ഓയിൽ പ്രൈസ് 115 മുകളിൽ പോയായിരുന്നു. സോ കറണ്ട് പ്രൈസ് എനിക്ക് അറിയില്ല എത്രയാണെന്ന്. 115 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഫർദർ അൺഫോൾഡ് ചെയ്യണമെന്ന്. ഓക്കെ, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.